കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം തന്നെ 100 നാവാണ് മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന്. മോഹൻലാലിന്റെ സംവിധാനത്തിൽ ആദ്യമായി പ്രദർശനത്തിനെത്തുന്ന ചിത്രമാണ് ബറോസ്. അമ്മയെ ബറോസ് 3Dയിൽ കാണിക്കുവാൻ സാധിക്കില്ല എന്നതാണ് തന്റെ സങ്കടമെന്ന് പറയുകയാണ് ഇപ്പോൾ നടൻ മോഹൻലാൽ. ഈ കഴിഞ്ഞ 9 വർഷത്തോളമായി തന്റെ അമ്മ കിടപ്പിലാണെന്നും അതുകൊണ്ട് തിയേറ്ററിൽ പോയി അമ്മയ്ക്ക് സിനിമ കാണുവാൻ സാധിക്കില്ല എന്നും ആ സങ്കടം തനിക്കുണ്ടെന്നും മോഹൻലാൽ പറയുന്നു. എന്നാൽ പക്ഷേ സിനിമ 2Dയിലാക്കിയിട്ടെങ്കിലും അമ്മയെ സിനിമ കാണിക്കുമെന്നും നടൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. മനോരമ ഓൺലൈനും ജെയിൻ യൂണിവേഴ്സിറ്റിയും ചേർന്ന് സംഘടിപ്പിച്ച ബറോസും 1000 കുട്ടികളും ചിത്രരചനാ മത്സരത്തിന്റെ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു നടൻ മോഹൻലാൽ. ആദ്യ സംവിധാന ചിത്രമായ ബറോസിന്റെ കാര്യത്തിൽ അമ്മയുടെ പ്രതികരണം എന്തായിരുന്നുവെന്ന കുട്ടികളുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു നടനും ഇപ്പോൾ സംവിധായകനാകുന്ന മോഹൻലാലും. അതേസമയം ചേട്ടനെയും അച്ഛനെയും വർഷങ്ങൾക്ക് മുൻപ് തന്നെ നടൻ മോഹൻലാലിന് നഷ്ടപ്പെട്ടിരുന്നു. കുടുംബത്തിൽ അമ്മ മാത്രമാണെന്ന് നടന് സ്വന്തമായിട്ടുള്ളത്. അമ്മയോടുള്ള അടുപ്പത്തെക്കുറിച്ചും ഇഷ്ടത്തെക്കുറിച്ചും പലപ്പോഴും നടൻ തുറന്നു പറയാറുമുണ്ട്. എത്ര തിരക്കുകൾക്കിടയിലാണെങ്കിലും അമ്മയെ കാണാനും ഒപ്പം സമയം ചെലവഴിക്കുവാനും മോഹൻലാൽ എത്താറുണ്ട്. ഇപ്പോഴും അതിനൊരു മുടക്കവുമില്ല. ഒരു ഓണം പോലും വിടാതെ കഴിവതും അമ്മയ്ക്കൊപ്പം തന്നെയാണ് മോഹൻലാൽ ആഘോഷിക്കാറുള്ളത്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ അമ്മയുടെ പിറന്നാൾ മോഹൻലാലും ഭാര്യ സുചിത്രയും മക്കളായ പ്രണവും മായയും എല്ലാം ചേർന്ന് ആഘോഷമാക്കിയിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ ഒരു ചിത്രവും മോഹൻലാൽ പങ്കിട്ടിരുന്നുവെന്ന്. ഏറെക്കാലമായി നിരവധി ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ കാരണം ചികിത്സയിൽ അമ്മ ശാന്തകുമാരി വീൽ ചെയറിൽ ഇരുന്നു കൊണ്ടാണ് മകനും കുടുംബത്തിനുമൊപ്പം പിറന്നാൾ ആഘോഷിച്ചത്. സംസാരിക്കുമെങ്കിൽ പോലും അതിനും ചില പരിമിതികൾ ഉണ്ടെന്നും മോഹൻലാൽ മുൻപൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ചെന്നൈയിൽ സ്ഥിരതാമസമാണെങ്കിലും കൊച്ചിയിലേക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെയും മോഹൻലാലും സുചിത്രയും എത്താറുണ്ട്. മോഹൻലാലിന്റെ അഭാവത്തിൽ ഭാര്യ സുചിത്രയാകും മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരിക്ക് ഒപ്പമുണ്ടാവുക. ഇപ്പോഴത്തെ അമ്മയെക്കുറിച്ച് മോഹൻലാൽ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ വൈറലാകുന്നുണ്ട്. 10 വർഷമായി തന്റെ അമ്മ കിടപ്പിലാണെന്നും തന്റെ ആദ്യ സംവിധാന സംരംഭം അമ്മയെ തിയേറ്ററിൽ കൊണ്ടുപോയി കാണിക്കുവാൻ കഴിയില്ല എന്നതാണ് തന്റെ ഇപ്പോഴുള്ള ഏറ്റവും വലിയ സങ്കടകരമായ വസ്തുതയെന്നും ഇദ്ദേഹം പറയുന്നുണ്ട്. ബറോസിന്റെ കഥ അമ്മയെ പറഞ്ഞു കേൾപ്പിച്ചിരുന്നു എന്നും അമ്മ എന്താണ് അപ്പോൾ മറുപടി പറഞ്ഞെന്നും കുട്ടികളിൽ ഒരാൾ ചോദിച്ചപ്പോഴാണ് അമ്മയുടെ അസുഖ വിവരം മോഹൻലാൽ വിശദീകരിക്കുന്നത്. താൻ ഇന്നും തന്റെ അമ്മയെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. തന്റെ അമ്മ സുഖമില്ലാതിരിക്കുകയാണ്. 10 വർഷത്തോളമായി അമ്മ കിടപ്പിലാണ്. എന്നാൽ പക്ഷേ താൻ ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നു എന്നുള്ളത് തന്റെ അമ്മയ്ക്കറിയാം. സിനിമയിലെ പാട്ടൊക്കെ ഇന്ന് താൻ പോയി അമ്മയെ കേൾപ്പിച്ചിരുന്നു. തനിക്കുള്ളൊരു സങ്കടം എന്നാൽ അമ്മയെ ഒരു തിയേറ്ററിൽ കൊണ്ടുപോയി 3D കണ്ണാടി വെപ്പിച്ച് ആ സിനിമ കാണിക്കുവാൻ പറ്റില്ല എന്നതാണ്. അങ്ങനെ ഒരു സങ്കടം കൂടി തനിക്കുണ്ടെന്നും നടൻ പറയുന്നു. എന്നാൽ പക്ഷേ അമ്മയെ വേറൊരു തരത്തിലല്ലെങ്കിൽ 2Dയിലാക്കി താൻ ആ സിനിമ കാണിക്കും. തന്റെ അമ്മയ്ക്ക് തിയേറ്ററുകളിലൊന്നും പോകുവാൻ കഴിയില്ല. എന്നാൽ പക്ഷേ തന്റെ സിനിമകളൊക്കെ അമ്മ TV-യിൽ കാണാറുണ്ട്. തന്റെ എല്ലാ സിനിമയും തിയേറ്ററിൽ പോകാതെ അമ്മയ്ക്ക് താൻ കാണിച്ചു കൊടുക്കാറുണ്ടെന്നും നടൻ പറയുന്നുണ്ട്. അതൊരു പെൻ ഡ്രൈവിലൊക്കെ ആക്കിയിട്ടാണ് അമ്മയ്ക്ക് താൻ കാണിച്ചു കൊടുക്കാറുള്ളതെന്നാണ് നടൻ പറയുന്നത്. മാത്രമല്ല സ്ട്രോക്കാണ് അമ്മയുടെ ആരോഗ്യസ്ഥിതി വഷളാക്കി മാറ്റിയത്. അമ്മ സംസാരിക്കും, എന്നാൽ പക്ഷേ ആ സംസാരത്തിന് ക്ലാരിറ്റി വളരെ കുറവാണ്. എങ്കിലും അമ്മ സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാകുമെന്നും നടൻ കൂട്ടിച്ചേർക്കുന്നു. അതുപോലെ തന്നെ സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്നാണ് അമ്മയ്ക്ക് വയ്യാതാകുന്നതെന്നാണ് ഒരിക്കൽ ജോൺ ബ്രിട്ടാസിന് നൽകിയ ഒരു അഭിമുഖത്തിൽ നടൻ അമ്മയെക്കുറിച്ച് പറഞ്ഞത്. അതേസമയം 90കളോട് അടുക്കുന്ന അമ്മയുടെ ആരോഗ്യവും ജീവനും നിലനിർത്തുവാൻ വേണ്ടതെല്ലാം ചെയ്യുന്ന ആൾ തന്നെയാണ് മകൻ മോഹൻലാൽ. അമ്മയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മോഹൻലാലിന്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. അതേസമയം മോഹൻലാലിന്റെ സംവിധാനത്തിൽ ആദ്യമായി പുറത്തിറങ്ങുന്ന ബറോസ് എന്ന ചിത്രം തിയേറ്ററിൽ എത്തുവാൻ ഇനി 2 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. 40 വർഷത്തെ സിനിമാ ജീവിതത്തിൽ നിന്നും ലഭിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് മോഹൻലാൽ എന്ന നടൻ സംവിധായകനായി അരങ്ങേറ്റം കുറിക്കുന്നത്. മോഹൻലാൽ തന്നെയാണ് ബറോസ് എന്ന ടൈറ്റിൽ കഥാപാത്രമായി ചിത്രത്തിലെത്തുന്നത്. വാസ്കോഡിഗാമയുടെ നിധി സൂക്ഷിപ്പുകാരനായ 400 കൊല്ലം പഴക്കമുള്ള ഒരു ഭൂതമായിട്ടാണ് മോഹൻലാലിന്റെ കഥാപാത്രം ചിത്രത്തിലെത്തുന്നത്. ഇന്ത്യയിലെ ആദ്യ 3D സിനിമയായ മൈ ഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോ പുന്നൂസ് ആണ് ഈ ചിത്രത്തിന് തിരക്കഥ എഴുതിയിരിക്കുന്നത്. മൈ ഡിയർ കുട്ടിച്ചാത്തന് ശേഷം പൂർണ്ണമായും 3Dയിൽ ചിത്രീകരിക്കുന്ന മലയാള ചിത്രം എന്ന പ്രത്യേകതയും ബറോസിനുണ്ട്. നടൻ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം ബറോസ് ഗാർഡിയൻ ഓഫ് ട്രഷേഴ്സ് ഡിസംബർ 25-നാണ് തിയേറ്ററുകളിൽ എത്തുന്നത്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന ഈ സിനിമയുടെ സംഭാഷണങ്ങൾ എഴുതുന്നത് കലവൂർ രവികുമാറാണ്. 3Dയിൽ പുറത്തിറങ്ങുന്ന ചിത്രം ഫാന്റസി പശ്ചാത്തലത്തിലാണ് ഒരുക്കിയിരിക്കുന്നത്. മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും വലിയ റിലീസ് എന്ന നിലയ്ക്കാണ് ബറോസ് ഒരുങ്ങുന്നത്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരും ഫാസ്റ്റ് ഫിലിംസും ചേർന്നാണ് ഇന്ത്യക്ക് പുറത്തും ബറോസ് വിതരണത്തിന് എത്തിക്കുന്നത്. അതേസമയം കംപ്ലീറ്റ് ആക്ടർ, മലയാള സിനിമയുടെ നടന വിസ്മയം എന്നിങ്ങനെ മോഹൻലാൽ അറിയപ്പെടുന്നത് പല പേരുകളിലാണ്. ഇനി സംവിധായകൻ എന്ന ലേബലിലും മോഹൻലാൽ അറിയപ്പെടും. അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന സിനിമയ്ക്ക് പുറമെ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന എമ്പുരാൻ എന്ന ചിത്രവും മോഹൻലാലിന്റേതായി പ്രദർശനത്തിന് ഒരുങ്ങുകയാണ്. വൻ വിജയമായിരുന്ന ലൂസിഫറിന്റെ 2ാം ഭാഗമായ എമ്പുരാനിൽ എബ്രഹാം ഖുറേഷി എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്നത്. 2024 മോഹൻലാൽ എന്ന സംബന്ധിച്ച് അത്ര നല്ല വർഷമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ 2025 മോഹൻലാലിനെ സംബന്ധിച്ച് നല്ല സിനിമകളുടെ കാലമായിരിക്കുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.